ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഏതൊരു മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? പ്ലാനിങ് ആണ്. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ആ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. ആൻഡ് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അതിപ്രധാനമായതും ആദ്യത്തേതുമായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്ലാനിങ് തന്നെയാണ്. നമ്മുടെ ഡിസൈർഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്തിട്ടാണ് നമുക്കത് നേടാൻ പറ്റുക എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാനിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു തീരുമാനം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള ആളുകളെ കാര്യങ്ങളെയൊക്കെ സംഘടിപ്പിക്കണം. അതിന് സംഘാടനമാണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാനിങ് പ്രോസസ്സിന് ശേഷം ആ ഓർഗനൈസേഷനിലെ ആളുകളെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം. അതുകൊണ്ട് ആ എല്ലാ മെമ്പേഴ്സ് തമ്മിലും ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അവർക്കൊക്കെ സ്പെസിഫൈഡ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് സ്റ്റാഫിങ്. ആ ഓരോ ആളുകൾക്കും എന്തൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം എന്ത് വേണം, അതിനുള്ള ആളുകൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് സ്റ്റാഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഏത് പോസ്റ്റിലേക്കാണ്, എന്ത് ജോലി ചെയ്യാനാണ്, എന്ത് ക്വാളിഫിക്കേഷൻ, അതേപോലെ എത്ര എക്സ്പീരിയൻസ് എന്താണോ ഓരോ സ്ഥാനങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഓരോ വിഭാഗം ഹാൻഡിൽ ചെയ്യാൻ എത്ര ആളുകൾ വേണമെന്ന് തീരുമാനിക്കുന്നതിനെ തന്നെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ഫറോ പ്രൊമോഷനോ ഒക്കെ കൊടുക്കുന്നു. ഇനി ഒന്നില്ലെങ്കിൽ അവർ സ്വമേധയാ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകണു, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പം അവിടെ ആ ഒരു ടെർമിനേഷൻ വരുന്നു, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയും ഒരു അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, ഡെവലപ്മെൻറ്റ് കൊടുക്കുക എംപ്ലോയീസിന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ് എന്ത് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫിംഗ് നടത്തി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ആളുകളിൽ നിന്ന് സ്ഥാപനം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നത് കൃത്യമായിട്ട് അവരുടെ സുപ്പീരിയർ സബോർഡിനേറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയുള്ള ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ടാവണം, ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം, ഗൈഡ് ചെയ്യണം, അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, സൂപ്പർവൈസ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൻഡ് മോട്ടിവേറ്റ് ചെയ്യണം, ലീഡ് ചെയ്യണം. ഇതെല്ലാം ഏതിൻ്റെ ഭാഗമാണ്? ഡയറക്ഷൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ 4 പോയിന്റാണ് പറയുന്നത്. ഒന്ന് ലീഡിങ് എന്ന് തന്നെയാണ്. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജർക്ക് എന്താണ്, ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനും ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും കൗൺസിൽ ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു അധികാരമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു മാനേജർ എക്സിക്യൂട്ടീവ് ചെയ്യുക, നടപ്പിലാക്കുക, നിർദ്ദേശങ്ങളെയും കമാൻഡ്സിനെയൊക്കെ ആ മറ്റുള്ള ആളുകളുടെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള. സോ ഇതൊരു എബിലിറ്റി തന്നെയാണ്, ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും ആളുകളുടെ ഇടയിൽ വളരെ ഒരു എൻത്യൂസിയാസം അല്ലെങ്കിൽ സീൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ് ലീഡിങ് എന്ന് പറയുന്നത്. അതും ഡയറക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് പറയാം. പിന്നെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ആർക്ക് ആരോട് എങ്ങനെ പറയണം എന്നുള്ള വേർഡുകളിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ റിട്ടൺ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ ഡൗൺവേർഡോ അപ്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അതിന് വേണ്ട രീതിയിൽ എല്ലാ ലെവൽസും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാ ലെവൽസിലും കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യലാണ്. കൃത്യമായിട്ട്
ഡിസിഷൻ എടുക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ മാനേജറിയൽ കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതും കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ റൈറ്റ്ലി സെഡ് ദാറ്റ് ഗുഡ് മാനേജേഴ്സ് ആർ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. നല്ലൊരു മാനേജേഴ്സ് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റേഴ്സ് കൂടിയായിരിക്കും. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ദ ടേം മോട്ടിവേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ് വിച്ച് മീൻസ് എ നീഡ് ഓർ ഇമോഷൻ ദാറ്റ് പ്രോംപ്റ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു ആക്ഷൻ. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്തെടുത്താൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടാവുമ്പോഴാണ് അവർ മോട്ടിവേറ്റഡ് ആവുന്നത്. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അവരുടെ ഉള്ളിൽ തന്നെ അത് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നിപ്പിക്കുക, അതിന് വേണ്ട കാര്യങ്ങളിലേക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിനെ ചിട്ടപ്പെടുത്തുക ഡിസൈഡ് മാനറിൽ എന്നുള്ളതാണ് പറയുന്നത്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ തന്നെയാണ്. മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുവഴി എന്താ ഉണ്ടാവുന്നത്, നമുക്ക് നല്ലൊരു റിസൾട്ട് അവിടെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് വിച്ച് എയിംസ് ടു സപ്പോർട്ട് ആൻഡ് അഷ്യൂർ. ഓരോ ആളുകൾക്കും നമ്മൾ ഏൽപ്പിച്ച ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അതിന് വേണ്ട അസിസ്റ്റൻസ് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക, ഡെവലപ്പ് ചെയ്യുക അവരുടെ നോളജിനെ, അവരുടെ സ്കില്ലും വാല്യൂസും അങ്ങനെ എല്ലാം സൂപ്പർവൈസ് ചെയ്യപ്പെടണം. അതെല്ലാം മറ്റൊരാളെ നോക്കി നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു അക്കൗണ്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, സൂപ്പർവൈസർ ആണെങ്കിലും സൂപ്പർവൈസി ആണെങ്കിലും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്, ഒരു ഗൈഡൻസ് കൊടുക്കുകയാണ്, അവരുടെ വർക്കിനെ കൺട്രോൾ ചെയ്യുകയാണ്. സീ ദ വർക്കിംഗ് അക്കോർഡിംഗ് ടു പ്ലാൻ. നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്ലാനിലും ടൈം ഷെഡ്യൂളിൻ്റെ ഉള്ളിലും പറഞ്ഞ പ്രകാരം അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു അവസ്ഥേനെയാണ് സൂപ്പർവൈസിങ് എന്ന് പറയുന്നത്. അതിന് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അവരുടെ അസൈൻഡ് വർക്ക് അവർക്ക് നേടാൻ പറ്റുന്നുണ്ടോ, ഇൻസ്ട്രക്ഷൻ കിട്ടിയതിന് ശേഷം അവർ കറക്റ്റായി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാ ലെവൽസിലും നമുക്ക് ആവശ്യമാണ്. മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് സൂപ്പർവിഷൻ എന്ത് തന്നെയാണ്? ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ്, അതായത് സൗണ്ട് ഓർഗനൈസേഷൻ സെറ്റപ്പ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷൻ, ഹ്യൂമൻ അപ്രോച്ച്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാനേജ്മെന്റ് എക്സെപ്ഷൻ മേക്ക് സൂപ്പർവിഷൻ ഇഫക്റ്റീവ്. ഇനി സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജോലിയാണ് എന്ത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെയാണോ വഴിതിരിച്ച് വിട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ചാനലൈസ് ചെയ്ത ആക്ടിവിറ്റീനെ ഓരോ ഇൻഡിവിജ്വൽസിനെയും അതിനെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ഗോൾ നേടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഏകീകരിക്കുക, ഏകോപിപ്പിക്കുക, കോർഡിനേഷൻ. എവറി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൻ ഈസ് എ ഗിവൺ ടാർഗറ്റ്. ഓരോ വ്യക്തിക്ക് ടാർഗറ്റ് ഉണ്ടാവും, അവർ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടാർഗറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം അവർ അച്ചീവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താവും? ഒരു സ്ഥാപനത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് വരികയാണെങ്കിൽ, പ്ലാൻ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ വരുമ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് തിരുത്തുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കോർഡിനേഷനിൽ പറയുന്നത്. ആൻഡ് ടീം സ്പിരിറ്റോട് കൂടിയിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യുക, കളക്റ്റീവ് എഫേർട്ടിലൂടെ അത് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോർഡിനേഷന് 2 കാറ്റഗറി വരുന്നുണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കോർഡിനേഷനും. വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് ലെവൽസിനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ ഈസ് ടു ബി അച്ചീവ്ഡ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള സെയിം ലെവൽ അതോറിറ്റി ആയിരിക്കും. ഇന്റേണൽ എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് സെക്ഷൻസ്, ഒരേ സ്ഥാപനത്തിൽ പല സെക്ഷൻ തമ്മിലുള്ള കോർഡിനേഷനാണ്. എക്സ്റ്റേണൽ പറയുമ്പോൾ അത് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷനിൽ മറ്റുള്ള ബിസിനസ്സുമായിട്ടും ആളുകളുമായിട്ടുള്ള നമ്മുടെ ഒരു കോർഡിനേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൺട്രോളിംഗ് ആണ് ലാസ്റ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഡിറ്റർമിൻ ചെയ്യണം വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ്, എന്താണ് അക്കംപ്ലിഷ് ചെയ്തത്, എന്താണ് അക്കംപ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൻഡ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ആവശ്യമുള്ള പക്ഷം നമുക്ക് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ ഒരു തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാനിങ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഡസ് നോട്ട് എൻഷുർ ഓട്ടോമാറ്റിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്. അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കൺട്രോൾ ഈസ് ദ പ്രോസസ് വിച്ച് എനേബിൾസ് മാനേജ്മെൻറ്റ് ടു ഗെറ്റ് ഇറ്റ്സ് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ്. എന്താണോ അവർ പുതിയ നയങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് കൺട്രോളിങ്ങിൽ വരുന്നൊരു കാര്യം. ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ഇഫ് പെർഫോമൻസ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് പ്ലാനിങ് ഈസ് ദ ബിഗിനിങ് ആണെങ്കിൽ ലുക്കിംഗ് എഹെഡ്, കൺട്രോളിങ് എന്താണ് ലുക്കിംഗ് ബാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ കൺട്രോളിങ്ങിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്. ഡയറക്ഷനിൽ തന്നെ നമുക്ക് ലീഡിങ്ങും കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും സൂപ്പർവിഷനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് കോർഡിനേഷൻ, ആറാമത്തെ പോയിന്റ് കൺട്രോളിങ്. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പോയിന്റ് കൂടി നോക്കാനുള്ളത് ഒരു മാനേജറുടെ റോൾ എന്തൊക്കെയാണ്, ഒരു മാനേജർ ഏതൊക്കെ റോളുകളാണ് ഒരു സ്ഥാപനത്തിൽ അവർ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 6 റോളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ആസ് എ ലീഡർ ഒരു മാനേജർ എപ്പോഴും എന്താണ് ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് എ മാനേജർ. ഒന്ന് ലീഡറായിട്ടുള്ള ഒരു റോളാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ അവരുടെ താഴെ സബോർഡിനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് അവരെ നയിക്കുന്ന വ്യക്തി, വേണ്ട സമയത്ത് അവർക്ക് ഗൈഡൻസും ഡയറക്ഷനും അവരുടെ വർക്ക് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത് ആരണ്യ മാനേജറാണ്. അതുകൊണ്ട് ഒരു ലീഡറെ പോലെ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് ഉണ്ടെങ്കിലാണ് അവരുടെ ടീമിൻ്റെ പ്രവൃത്തിയിൽ അത് കാണുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന ആസ് എ കോർഡിനേറ്റർ എല്ലാ കാര്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക. വേരിയസ് റിസോഴ്സിനെ മാനേജർ ഒന്നിച്ച് ചേർക്കണം, അതായത് ഫിസിക്കലും ഹ്യൂമണും together for achieving organizational goals. He mobilized various resources both about intelligent understanding, goodwill among employees for completing the entrepreneurship task. അത് കൃത്യമായിട്ട് എല്ലാ സാധ്യമായ മാർഗങ്ങളും ഉപയോഗിച്ച് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ആ കാര്യങ്ങളെ നേടിയെടുക്കുന്ന ഒരു ആൾ കൂടിയാണ് കോർഡിനേറ്റർ എന്നുള്ള ലെവലിൽ മാനേജർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ആസ് എ ഡെലിഗേറ്റർ ഓഫ് അതോറിറ്റി. ഇവിടെ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഗിവിങ് വൈറ്റൽ വർക്ക് ടു ദ സബോർഡിനേറ്റ്സ്. നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഓരോ ആളുകളെയും മനസ്സിലാക്കിയിട്ട് അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് അതോറിറ്റി കൊടുക്കണം, ഒരു അധികാരം കൈമാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാനേജർ കനോട്ട് അണ്ടർടേക്ക്, എല്ലാ വർക്കും അയാൾക്ക് സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പം അവർക്ക് സബോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കേണ്ടി വരും, കുറച്ച് അതോറിറ്റി അവർക്ക് കൊടുക്കേണ്ടി വരും. സബോർഡിനേറ്റ് വിൽ അച്ചീവ് കോൺഫിഡൻസ് വെൻ ദേ അണ്ടർടേക്ക്. അപ്പം ഇങ്ങനെയുള്ള ഓരോ വർക്ക് കൊടുക്കുമ്പം നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവരിലൊരു വിശ്വാസവും മതിപ്പും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഹയർ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അവരെ പ്രിപ്പയർഡ് ആക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന ആസ് എ ഡെസിഷൻ മേക്കർ. എന്താണ് ഡിസിഷൻ മേക്കിംഗ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് എല്ലാ മേഖലയിലും എല്ലാ ലെവലിലും ഒക്കെ ആവശ്യമാണ്. ഒരു ഇമാജിനേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അങ്ങനെയുള്ള കാര്യം. ഡെസിഷൻ ഹാസ് ടു ടേക്കൺ ആഫ്റ്റർ ഡിസ്കസിങ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോബ്ലം, analyzing them, developing possible alternatives and selecting the suitable decisions. കൃത്യമായിട്ട് ആ പ്രോബ്ലം എന്താണെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് വേണ്ട ഓൾട്ടർനേറ്റീവ്സ് എടുത്ത് അതിലത്തെ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ പറയാം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റൈറ്റ് ടൈമിൽ നല്ലൊരു ഗുഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമൻ റിലേഷണൽ പ്രാക്ടീഷണറാണ്. ഹ്യൂമൻ റിലേഷൻ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറാണ് ഡയറക്റ്റ് അവരുടെ എംപ്ലോയീസുമായിട്ട് ഇടപഴകുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസും ഹാൻഡിൽ ചെയ്യുന്നത് മാനേജറായിരിക്കും. മാനേജ്മെൻറ്റ് അവിടെ മാക്സിമം എംപ്ലോയീസിൻ്റെ എഫേർട്ടിനെ എടുക്കാൻ അവരിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നു. ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എംപ്ലോയീസിന് ഒരുപാട് പ്രോബ്ലംസും ചിലപ്പം അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് അവർക്ക് പരാതികൾ ഉണ്ടാവാം, അതൊക്കെ ഈ സുപ്പീരിയേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാവാം. മാനേജർ അപ്പോൾ അവരുടെ ഒരു ഇൻസൈറ്റ് കൊണ്ട് തന്നെ ആ വരാൻ പോകുന്ന പ്രോബ്ലത്തിനെ മനസ്സിലാക്കുകയും എംപ്ലോയീസിനെ കൃത്യമായിട്ട് പരാതി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക.
അവരെ എൻകറേജ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അവരെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട് റിലേഷനായിട്ടുള്ള പ്രോബ്ലംസ് കൃത്യമായി സമയാസമയങ്ങളിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതെയാക്കാനും അവരുടെ ടീം മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്നാക്കം കൊണ്ടുവന്ന് അവരുടെ സ്കിൽസൊക്കെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ, മീഡിയേറ്റ് ചെയ്യുക, വർക്ക് പ്ലേസിലെ കോൺഫ്ലിക്ട്സ് ഒക്കെ പരമാവധി ഒഴിവാക്കാനൊക്കെ ശ്രമിക്കേണ്ടത് ഇവരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് സാധ്യമാവുന്നത്. ആസ് എ പ്രസൻറ്റർ ഓഫ് ഓർഗനൈസേഷൻ, ഒരു മാനേജർ എപ്പോഴും ആക്ട് ചെയ്യപ്പെടുന്നത് ആ ഓർഗനൈസേഷൻ എന്താണോ അതിൻ്റെ ഒരു സ്പോക്സ്മാൻ എന്നുള്ള രീതിയിലാണ് മാനേജർ ആക്ട് ചെയ്യപ്പെടുന്നത്. കാരണം ഈ ഒരു മാനേജറാണ് പുറമേയുള്ള ഏതൊരാളുടെ മുമ്പിലും കമ്പനീനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. ആ ഒരു കമ്പനിയുടെ പേരിലായിരിക്കും ഒരുപാട് ഔട്ട്സൈഡേഴ്സുമായിട്ട് അവർ ഒരുപാട് ഡീലിങ്സ് നടത്തുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കേണ്ടത് ആ ഒരു മാനേജറുടെ ഡ്യൂട്ടി തന്നെയാണ്. ആളുകൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആവാം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സ് ആവാം, നമ്മുടെ അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം, നമുക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലയേഴ്സ് ആയിരിക്കാം, ഗവൺമെൻറ് ആണ്, ആരാണെങ്കിലും അവരോട് ഇടപഴകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഓർഗനൈസേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയും ആ മാനേജർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഡീൽ ചെയ്തത് ഫങ്ഷൻസ് ആണ്. മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, 6 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു മാനേജറുടെ റോൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മാനേജറുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ മാനേജറുടെ റോളിൽ പ്രധാനമായിട്ടും ആരായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ 6 പോയിൻ്റാണ്. പിന്നെ മാനേജറുടെ റോൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിലും കൂടിയിട്ട് അത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. അതെല്ലാവർക്കും വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്